ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കേരള ക്രാഫ്റ്റ്സ് ആൻഡ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഞാനും അനിയത്തിയും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു ദിവ്യ നിൻ്റെ കാഴ്ചകൾ? ഇതിൻ്റെ അകത്തൊക്കെ കാഴ്ചകൾ സെറ്റ് അടിപൊളി കാഴ്ചകളാണ്. മൊത്തം വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്ക് ഇതിനകത്ത് അഡൽസിന് 100 രൂപ, പിന്നെ ക്യാമറ ഫോട്ടോ നമുക്ക് ക്യാമറ കൊണ്ടുപോകണം 250 രൂപ, അങ്ങനെ പലതിനും പല റേറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വെരിഫൈ നോക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആണ്. ചുറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രീനറി ഉണ്ട്. എവിടെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ നിന്നാലും ക്യാമറയെ കൊണ്ടുവന്ന് അത്യാവശ്യം നല്ല ലാൻഡ്സ്കേപ്പിനെ നമുക്കുണ്ട്. നല്ല രീതിയിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും അത്യാവശ്യം. പിന്നെ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവസാനം ഒരു വല്ലാത്ത ലെവലായി. മീൻസ് ഒത്തിരി ഉണ്ട് കണ്ട് നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു നിറച്ചുള്ളപ്പോൾ കണ്ടെത്താൻ വേണ്ടി കുറേ ടൈം എടുക്കും. പയ്യെ നമ്മൾ കണ്ടു നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ദിവസം മൊത്തം കാണാൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് വാച്ച് ചെയ്ത് പോയെന്നേ ഉള്ളൂ. കുഞ്ഞ് കീച്ചൈനുകളിൽ വരെ നല്ല ശബ്ദം കേൾക്കുന്ന ചെണ്ടയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു 250 ആ ഒരു റേറ്റാണ്. അത്യാവശ്യം ഐ ലൈക്ക് ഇറ്റ്. നല്ല രസമുള്ള, പിന്നെ നമുക്ക് കൊട്ടി നോക്കാനൊക്കെ പറ്റും. ചിലതൊരു ടച്ച് ചെയ്തിരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ കൊട്ടി നോക്കാനൊക്കെ സംബന്ധിച്ചപ്പോൾ നല്ല രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ നല്ല രീതിയിലുള്ള കുറേ കലാവിരുതുകൾ, മീൻസ് നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് അതിനൊക്കെ റേറ്റൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞെട്ടിപ്പോകാറുണ്ട്. ചിലതിനൊക്കെ 37,000 രൂപ, 1 ലക്ഷം, 2 ലക്ഷം, നല്ല എമൗണ്ടിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ പലയിടത്തും ആൾക്കാർ മേടിക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേറൊരു സ്പോട്ട് എത്തിയപ്പോൾ നമുക്ക് പണ്ട് പേപ്പർ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് നമുക്കൊരു യൂസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇതിനകത്തുള്ള എല്ലാ ആർട്ടും. നല്ല ക്യൂട്ടായിട്ടുള്ള ബുദ്ധ, പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഗണപതിയുടെ കുറേ ചിത്രങ്ങൾ, പിന്നെ നമുക്ക് പല ഫിലിം ആക്ടേഴ്സിൻ്റെ വരെ ചിത്രങ്ങൾ നമ്മൾ ഇതിനകത്ത് കണ്ടു. അത്യാവശ്യം അവരുടെ ആ ഒരു കലാവിരുതിന് ഉറപ്പായിട്ട് സമ്മതിച്ചേ പറ്റി. കാരണം ഈ ഒരു പേപ്പർ വെച്ച് അതിനെ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് അവർ ക്രമീകരിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു മയിലിൻ്റെ ചിത്രം, ഇതെല്ലാം നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ മോഹൻലാലിനെയൊക്കെ അവർ ചെയ്തിരിക്കുന്നതും ഇതേ ഇത് വെച്ചിട്ടാണ്. അവിടെ ഇപ്പോഴും വർക്കിംഗ് നടക്കുകയാണ് പലതിനെയും അതുപോലെ മാക്ക് ചെയ്യാൻ വേണ്ടി. ഇതും നമുക്ക് നല്ല രീതിയിൽ, ഇതും എല്ലാത്തിനും റേറ്റ് നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ വേണ്ടിയുള്ള അവസരമുണ്ട്. റേറ്റ് എനിക്ക് ഓരോന്നിൻ്റെ അറിയില്ല, ഞാൻ റേറ്റ് ചോദിക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി, പിന്നെ പ്രധാനമന്ത്രി അവരെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ, മമ്മൂട്ടി, അവർ വർക്കിലൊക്കെ ഒന്ന് മുഴുകിയിരിക്കുകയാണ് അവർ. അപ്പോൾ ജസ്റ്റ് ആ മോളെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വാട്ട് യു ലവ് ടു ഡു. പിന്നെ നമ്മുടെ വിജയണ്ണ, ഇളയ തളപതി അല്ലേ, ഇപ്പോൾ തളപതിയായല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വീണ്ടും കുറേ പേപ്പർ ക്രാഫ്റ്റ് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു ഓരോന്നിനും ഓരോ സെക്ഷൻസ് അവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് കൊള്ളാം. നമുക്ക് ആ ഒരു പ്രത്യേക തരത്തിൽ ഇഷ്ടമുള്ള നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഗണപതിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് കൊള്ളാം കേട്ടോ. 2-3 എടുത്ത് അങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റാകും. പക്ഷേ അതിനൊരു ഐഡിയ വേണം. പിന്നെ നമുക്ക് കോക്കനട്ട് ഷെൽ, പിന്നെ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റിൽ തന്നെ നമുക്ക് ചിരട്ട വെച്ചിട്ട് അവർ ചെയ്തിരിക്കുന്ന ചിരട്ട നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയാണ് ചിരട്ട. അതിൻ്റെ ആ ഒരു മിനുസപ്പെടുത്തി എടുത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരട്ടയെന്ന് പോലും തോന്നില്ല. വേറെ എന്തോ പ്ലാസ്റ്റിക്കിൽ എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ചിരട്ട കൊണ്ടുള്ള മാല, അനിയത്തിക്ക് മാല വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് കോക്കനട്ടിൻ്റെ ഹസ്ക്, അതിൻ്റെ മറ്റേ അകത്തുള്ള ആ ഒരു ഭാഗം മാറ്റിയിട്ട് അവിടെ തന്നെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചില പ്ലാന്റ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോർമലി നമുക്ക് സാധാരണ നമ്മൾ എടുത്ത് തീർത്തിച്ച് കളയാറുള്ള ആ തൊണ്ടിൻ്റെ ഭാഗം അവർ അതിനെ ഇളക്കിയെടുത്ത് ജസ്റ്റ് നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് 2 ലക്ഷം രൂപ, 80,000, അത്യാവശ്യം 2,000-3,000-ത്തിനുള്ളതും ഉണ്ട്. അപ്പോൾ നല്ല റേറ്റിനുള്ളതൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് നമ്മുടെ പായ്ക്കപ്പലുകളാണ്. അതിൻ്റെ പണിപ്പുരയിൽ അവിടെ ആൾക്കാർ പണിതുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നെല്ലാം വർക്കിംഗ് ആണ്. ഇങ്ങനെ വർക്കിംഗ് ആകുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, മീൻസ് ഇങ്ങനെ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ സെയിൽ നടക്കുന്നുണ്ടാവാം. ഐ തിങ്ക് നല്ല സെയിൽ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. പലയിടത്തും ഒരു അർത്ഥം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എൻ്റർ ചെയ്തപ്പോൾ ഒരു മെയിൻ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സുന്ദരിക്ക് പൊട്ടുകിടുന്ന പരിപാടിയൊക്കെ ഇവിടെ ആൾക്കാർ വേറെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് വേണ്ടി അവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം അവർ പാട്ട് സോങ് പ്ലേ ചെയ്യും, പിന്നെ കസാര ചുറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഈ ഒരു സ്പോട്ട് കുറച്ചുകൂടെ കൊള്ളാം. ഫസ്റ്റ് റൗണ്ടാണ്. ഈ ഒരു റൗണ്ടിൽ പ്രത്യേകത ഇവിടെ നല്ല രീതിയിലൊരു തണുത്തൊരു അറ്റ്മോസ്ഫിയറാണ്. ചുറ്റും നിറച്ച് മരങ്ങളും പിന്നെ അതിന് ആ ഒരു പൂവൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഓക്കെ. അപ്പോൾ നമ്മളവിടെ അവർ ജസ്റ്റ് ആൾക്കാർ നിന്ന് പരിപാടി കഴിഞ്ഞ് പോയപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. നല്ല വാത്തത്തിൻ്റെ അടുത്തിരുന്നൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ അതിനുശേഷം നമുക്ക് വീണ്ടും ആ സൈഡിൽ കൂടെ നമ്മൾ അടുത്ത് കെയർ ചെയ്ത് കുറച്ച് ഗ്ലാസിൻ്റെ ക്രാഫ്റ്റുകളാണ്. അങ്ങനെ ഗ്ലാസിൻ്റെ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെ കണ്ടു നിന്ന്
ഓക്കെ, അത് നമുക്ക് ടെറാക്കോട്ട മീൻസ് ഇതിപ്പോൾ നമുക്ക് വരുന്ന നല്ല രീതിയിലുള്ള ഒരു ക്ലേ വെച്ചിട്ട് ആ ഒരു നല്ല മെത്തേഡ്, പിന്നെ ആ ഒരു വിളക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള പാട്, പിന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ ആ ചെടിച്ചട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു പ്രത്യേക രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കണ്ട് അവരുടെ ആ തല, പക്ഷെ അതെനിക്ക് വാങ്ങിച്ചു വയ്ക്കാൻ ഇഷ്ടമല്ല, അത് കൊള്ളില്ല. ആ മുകളിലിരിക്കുന്ന അതൊക്കെ കൊള്ളാം, ഈ തലയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കാൻ എനിക്ക് ഇഷ്ടമല്ല, പേടിയാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മേടിക്കാം. നല്ല രീതിയിലുള്ള ചുറ്റുപാടും മീൻസ് ആ ബുദ്ധന്മാരൊക്കെ സമ്മതിക്കണം കേട്ടോ, ക്യൂട്ട് ബുദ്ധാസ്. പിന്നെ ഇത് കൊള്ളാം കേട്ടോ, ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് കൊള്ളാം. നല്ലൊരു ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത് കുറച്ച് വേറെ കുറേ കാര്യങ്ങൾ, ഇതും നമുക്ക് കുറേ നമുക്കിങ്ങനെ കണ്ട് പോവാം. നല്ല രസമാണ്. എല്ലാം നമ്മുടെ ഇതിൻ്റെ മെയിൻ പേര് തന്നെ കേരള ക്രാഫ്റ്റ് വില്ലേജ് എന്നാണ്. കാരണം നമ്മൾ കേരളത്തിലുള്ള എല്ലാ ഏകദേശമുള്ള ക്രാഫ്റ്റും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രീം ക്യാച്ചർ, പിന്നെ നമുക്ക് തുണി തന്നെ ആവശ്യമില്ലാതെ മീൻസ് തുണിയെ തന്നെ അവർ പല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെല്ല് വെച്ചിട്ടുള്ള മാല, ഇത് നെല്ല് വെച്ചിട്ടുള്ള മാലയാണ്. ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അത്യാവശ്യം കൊള്ളാം. പിന്നെ നമ്മളെ നെറ്റിപ്പട്ടം, അതിന് കുറേ കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കുഞ്ഞ് കീച്ചെയിൻ പോലത്തുള്ളതുണ്ട്. പിന്നെ നമുക്ക് വെറുതെ ഇടാൻ പറ്റുന്ന കുറേ ഉണ്ട്. നല്ല റേറ്റാണ് ഇതൊക്കെ. അത്യാവശ്യം കുറേ പണിയുണ്ട് അതിനകത്ത്. അത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇത് ആറന്മുള കണ്ണാടിയാണ്. വാൽക്കണ്ണാടി മീൻസ് അല്ല, ഇത് ആറന്മുള കണ്ണാടി തന്നെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ആറന്മുള കണ്ണാടി. ഇതിന് 3000, 4000 ഇവ പല റേറ്റിനുണ്ട്. ജസ്റ്റ് ഞാൻ ഇതിനകത്തോടെ നോക്കിയാൽ കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ നമുക്ക് കുറേ പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും പക്ഷേ ഇവിടെ ഈ ലൈറ്റ് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ഇതിനും അതിൻ്റെ ഇടയ്ക്കൂടെ ലൈറ്റ് ഇട്ടേക്കുന്ന കാണാനും അതിനും നല്ല റേറ്റുണ്ട്. ഇതെല്ലാം ഇവിടെ സെയിലിനുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം ഇത് പ്രത്യേകം നല്ല കാണാൻ ഒരു പ്രത്യേക രസമാണ്. എന്ന് പറഞ്ഞാൽ ചുറ്റും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം, അല്ലാതെ അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്ന വീട്ടിൽ കൊണ്ട് ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല. മീൻസ് എൻ്റെ വീടാണ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെയും കുറേ സ്പോട്ടിൽ ഒരു അത്തം ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ സ്പോട്ടിൽ ഇവർ ചെയ്തിട്ടുള്ള നല്ല രസമാണ്. പിന്നെ ഇത് പലതരത്തിലുള്ള നമ്മുടെ ബ്രാസ്, അതുപോലെ പല കോപ്പർ, പല മെറ്റൽ യൂസ് ചെയ്തുകൊണ്ട് അവർ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ പഞ്ചലോഹങ്ങൾ ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് ഒത്തിരി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കയറുമ്പോൾ നിറച്ച് നല്ലൊരു സ്മെല്ലാണ്. മീൻസ് ആ ഒരു പെർഫ്യൂം കിട്ടുന്ന രീതിയിലുള്ള കുറേ പ്ലാന്റ്സിനെയൊക്കെ ഉണക്കി കളേഴ്സ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നോർമൽ അതിൻ്റെ കളേഴ്സ് അല്ല, കളർ കൂടുതൽ ഉണക്കുമ്പോൾ അതിൻ്റെ നോർമലി ഉള്ള കളർ പോകും. പിന്നെ ചെറിയ എമൗണ്ട് രീതിയിലൊരു കളറും കൂടെ അതിന് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് നല്ല പെയിൻറ്റിങ്സ് കണ്ടു, പക്ഷെ അത്ര ആൾക്കാരില്ലായിരുന്നു. പിന്നെ നമുക്കിവിടെ കുറച്ച് നടക്കാൻ വേണ്ടിയൊരു വാക്ക് വരുന്നത്. അപ്പോൾ ഞാൻ അനിയത്തി കൂടെ ജസ്റ്റ് നടന്നു. ഈ നടന്ന് കയറി പോകുന്ന ഇടത്തിലും ചുറ്റും കുഞ്ഞു റൂം പോലെ വെച്ചിട്ടുണ്ട്. ആ റൂമിനകത്തും കുറേ എന്തൊക്കെയുണ്ട് കാണാൻ വേണ്ടി. പക്ഷെ ഞാൻ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, കാരണം അതും കൂടെ കാണാൻ വേണ്ടി പൊക്കഴിഞ്ഞാൽ, കാരണം രാവിലെ മുതൽ കുറേ കണ്ട് ബ്രെയിൻ ഫുള്ള് സ്റ്റോറായി കണ്ട് എനിക്ക് വയ്യാണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണുന്നതൊന്നും ഒരു പരിധി വരെ നടത്തി. പിന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ചിലത് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. അങ്ങനെ ചെറിയൊരു വാക്കവേ ഞാൻ എനിക്ക് നടന്നു കഴിഞ്ഞു. അങ്ങനെ ഇവിടെ നടന്ന് നമ്മൾ എത്തുന്ന അടുത്തൊരു സ്വിമ്മിംഗ് പൂൾ, ഒരു വലിയൊരു ഗ്രൗണ്ടാണ്. ഇതൊരു ഓപ്പൺ അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ഞാൻ അനിയത്തിയും കൂടെ ജസ്റ്റ് ഇങ്ങനെ അതുവഴി നടന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് എത്തി. ഒരു 2:45 അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതിനകത്ത് എത്തിയപ്പോൾ ഇതാണ് ഇതിൻ്റെ കുളവ്. ഇതൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഏറ്റവും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഊണി നല്ല എമൗണ്ട് ആയിരുന്നത് ഞാൻ പറയാം. പിന്നെ നമുക്കിതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചുറ്റും കടൽ കാണാൻ വേണ്ടി പറ്റും. ഒരു സൈഡിൽ നമുക്ക് കടൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് അതിൻ്റെ ടോപ്പ് സ്പോട്ട്. അപ്പോൾ ഈ സ്പോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ കടലും കാണാൻ വേണ്ടി പറ്റും. ഇവിടെയാണ് നമ്മുടെ സൺസെറ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു 6 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലൂടെ ഒരു ഈവനിങ് ടൈം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി എത്തിയ സമയത്ത് ഒരു സദ്യക്ക് 600 രൂപയായിരുന്നു. സോ ഞാനും എൻ്റെ അനിയത്തിയും ഒരു കോൺ ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. അങ്ങനെ ഇറങ്ങി. നമുക്ക് ആ ഒരു സമയത്ത് വേറെ ചോറോ എന്നുള്ളത് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ കഴിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയായി. പിന്നെ നമ്മൾ കഴിച്ചില്ല. പിന്നെ 2:30-ക്ക് ശേഷം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ 2 മണിക്കാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിനി ഏറ്റവും മുകളിൽ കാണുന്നത് രാവിലെ വൈകുന്നേരം മാത്രമാണ് കളരി അവർ ഇവിടെ എന്തോ അഫേഴ്സ് ഉള്ളത് അക്കാഡമിയുടെ മുകളിൽ. സോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി പോയി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്.
അപ്പോൾ ഈ ഒരു സ്പോട്ടാണ്. ഇതിൽ പോകുന്ന വഴിക്ക് കുറച്ച് കോട്ടൺസ് കയറി നട്ട് വെച്ചിട്ടുണ്ട്, കോട്ടൺ പ്ലാന്റ്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക ബ്യൂട്ടിയിൽ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി. കണ്ട ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, ഫുൾ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ അവർ ചെയ്യാറുള്ളത്. കണ്ട അവിടെ കോട്ടൻ്റെ ചെടികൾ കുറേ ഉണ്ട് കേട്ടോ, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കോട്ടൺ ചെടികളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ഓപ്പൺ സ്റ്റേജസ് ഉണ്ട്, ഓപ്പൺ സ്റ്റേജസ്. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് തിരിച്ച് കുറേ മുളകളുടെ ഇടയ്ക്കൂടെ നമുക്ക് ഇനി ഇറങ്ങി വരാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ സ്പോട്ടെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കണ്ട നമ്മൾ നേരത്തെ നടന്നു വന്ന ആ ഒരു വ്യൂ കാണാം. അങ്ങനെ നമ്മൾ തിരിച്ച് ഏറ്റവും നമുക്കിതെല്ലാം കറങ്ങി കണ്ടതിന് ശേഷം അവസാനം നമുക്ക് ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു സ്പോട്ടിലെത്തി. കുറേ ഗാലറീസ് ആണ് ഇതിനകത്ത്, കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുണ്ട്. കഥകളി വേഷത്തിൻ്റെ വില 1,75,000 കേട്ടോ. അത് കണ്ടപ്പോഴാണ് മനസ്സിലായി, കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട ആ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടിട്ട് നല്ല എമൗണ്ട് കിട്ടണ്ടേ. പിന്നെ അതായത് നമ്മുടെ പെയിൻറ്റിങ്സ് ആണ്. കുറേ പെയിൻറ്റിങ്സ് ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വീഡിയോ ആണ് എടുത്തത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വീഡിയോഗ്രാഫി നോട്ട് അവിടെ എഴുതിയിട്ടില്ലായിരുന്നു, ഫോട്ടോഗ്രാഫിയാണ് നോട്ട് അവിടെ. സോ ഞാൻ ടേക്ക് ദ വീഡിയോസ്. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് താഴെ ഇറങ്ങുമ്പോൾ ഇവിടെ കുറേ ഫോട്ടോസ്, പിന്നെ നമുക്ക് കുറേ ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ കുറേ എന്തോ നിർമ്മിതികളൊക്കെ അടിപൊളിയാണ്. ഓരോന്ന് കണ്ട് ഞാനിങ്ങനെ ഞെട്ടി നിന്ന് പോയി. കുട്ടിമാമ, ഇതെന്താ കുട്ടിമാമ എന്ന് പറയുന്ന പോലെ നല്ല രീതിയിലുള്ള കുറേ നമുക്ക് സാധനമാണ്. ഇതൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഭംഗിയിൽ എനിക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മേടിക്കത്തില്ല, അത് പൈസ ഇല്ലാത്ത മേടിക്കാൻ. അപ്പോൾ ഈ ഒരു ലൈറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. തട്ടത്തെന്ന് പറയുന്നത് അവൾ ആ റൂമിൽ ഇരിക്കുമ്പോൾ ലൈറ്റിൻ്റെ എനിക്ക് ആ ഒരു ഫീൽ ചെയ്താൽ എനിക്ക്. പിന്നെ നമ്മുടെ ബുദ്ധൻ്റെയൊക്കെ അത് ഒരു 80,000 to 70, 1 ലക്ഷം 2 ലക്ഷമൊക്കെയാണ് ഇതിന് ഓരോന്നിനൊക്കെ റേറ്റ് വരുന്നത്. പിന്നെ ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ചിലടത്തൊക്കെ അവിടെ നിന്നൊക്കെ മേടിക്കുമെന്നായിരിക്കും തോന്നുന്നു, എനിക്കറിയില്ല അവരെവിടെ നിന്നാണ് മേടിക്കുന്നത്. ചിലരൊക്കെ ഡയറക്റ്റ് അവർ ഇങ്ങനെ സ്വന്തമായിട്ട് ആൾക്കാരെ വെച്ച് അവിടെ വെച്ച് കല്ലൊക്കെ കൊത്തി ചെയ്യിപ്പിക്കാറുണ്ട്. ചിലരിങ്ങനെ മേടിക്കാറുണ്ടാവും, എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പിന്നെ ഈ ലൈറ്റ് ഒരു കാണാൻ ഒരു പ്രത്യേക എസ്തെറ്റിക് ലുക്ക് കിട്ടുന്നുണ്ട്. ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ റിയലി ലൈക്ക് ദാറ്റ് ലൈറ്റ്സ്. പിന്നെ അവിടെ കുഞ്ഞു ചില മെറ്റൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ നല്ല റേറ്റാണ്. ഓക്കെ, അപ്പം ഇവിടെ വന്നതിൽ എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റി. പിന്നെ ചെറിയൊരു നമുക്ക് ഓവർ ചൂടൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നത് ചെറിയൊരു കാമാൻ കൊയിച്ചൊരു ഗ്രീനറിയും നമ്മൾ അറ്റ്മോസ്ഫിയറൊക്കെ ഒരു പ്രത്യേക ഒരു രസമുള്ള അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നിങ്ങൾ പറ്റും വരിക, നല്ലൊരു സ്ഥലം തന്നെയാണ്. എമൗണ്ട് ഒരു 100 രൂപ ആവുന്നുള്ളൂ. പിന്നെ പാർക്കിങ്ങിന് എക്സ്ട്രാ 10 രൂപയുണ്ട്, അതൊക്കെ സൂക്ഷിച്ച് വരിക. ഓക്കെ, വേണമെങ്കിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ നമുക്ക് ലാഭിക്കാം. അപ്പോൾ അവിടെ ഓണത്തിന് കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി കൂടെ ഒന്ന് യാത്രയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദിസ് ഇസ് അരുൺ ആൻഡ് അവർ ടീം ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.